വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് സുഷമ സ്വരാജ്. പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നവരുടെ മുമ്പിൽ സുഷമ സ്വരാജ് രംഗപ്രവേശനം ചെയ്യാറുണ്ട്. നയതന്ത്ര മികവിൽ ഏറ്റവും നല്ല വിദേശകാര്യ മന്ത്രി എന്ന പേര് ഇപ്പോഴേ സുഷമ സ്വരാജിന് പതിഞ്ഞു കഴിഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് അതിഥിയായി എത്തിയതുൾപ്പെടെ നിരവധി പൊൻതൂവലുകളാണ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അണിഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ചത്തോളമായി ലിബിയയിൽ നടക്കുന്ന ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ നിന്ന് ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറയുന്നത്. ഏകദേശം 500ഓളം ഇന്ത്യക്കാർ നിലവിൽ ട്രിപ്പോളിയിലുണ്ട്. എത്രയും പെട്ടെന്ന് സ്ഥലത്തു നിന്ന് മാറിയില്ലെങ്കിൽ പിന്നീട് ഒരുപക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വരുമെന്നും സുഷമ സ്വരാജ് പറയുന്നു. ലിബിയയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ്. കഴിഞ്ഞ 2 ആഴ്ചത്തോളമായി ലിബിയയുടെ തലസ്ഥാന നഗരമായ ട്രിപ്പോളിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ വിമത ഗ്രൂപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന നില പൂർണ്ണമായി തകർന്ന നിലയിൽ ലിബിയയിൽ ഇതുവരെ 200-ലധികം പേർ കൊല്ലപ്പെട്ടതായും 900-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം നടക്കുന്ന സ്ഥലത്തിന്റെ അടുത്തായി 3000-ലധികം ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ആക്രമണം ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മടങ്ങി വരാൻ സാധിക്കാത്തതിനാൽ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ പ്രവാസിയായ ഇന്ത്യക്കാരന് സഹായഹസ്തവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രംഗത്തെത്തിയിരുന്നു. സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയാതെ വലയുന്ന അലി എന്ന ആളാണ് സുഷമയുടെ ട്വിറ്ററിലൂടെ സഹായം അഭ്യർത്ഥിച്ചത്. എന്നെ സഹായിക്കാൻ താങ്കൾക്ക് കഴിയുമോ, അതോ ഞാൻ ജീവൻ ഒടുക്കണോ? കഴിഞ്ഞ 12 മാസമായി ഞാൻ എംബസിയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്നെ ഇന്ത്യയിലേക്ക് അയച്ചാൽ അതൊരു വലിയ സഹായമാകും. എനിക്ക് 4 മക്കളുണ്ട്. ഇങ്ങനെയായിരുന്നു അലിയുടെ ട്വീറ്റ് അവസാനിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സുഷമ സ്വരാജ് ഉടൻ തന്നെ മറുപടി നൽകി. ഒപ്പം ഞങ്ങളുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. എംബസി താങ്കൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു തരും. കൂടാതെ റിയാദിലെ ഇന്ത്യൻ എംബസിയോട് അലിയുടെ പരാതിയിൽ എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് സുഷമ സ്വരാജ് എന്ന വിദേശകാര്യമന്ത്രി. തിരഞ്ഞെടുപ്പും അതിന്റെ കോലാഹലങ്ങളും ആളിക്കത്തുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ രാജ്യസുരക്ഷയിലാണ് സുഷമയുടെ കണ്ണത്രയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.